മാനവീയം വീഥിയിൽ നടക്കുന്ന യുവസംഗമത്തിന്റെ ഭാഗമായി കവടിയാറിൽ നിന്നുള്ള റാലി ആരംഭിച്ചു കഴിഞ്ഞു. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. മാനവീയം വീഥിയിൽ നടക്കുന്ന യുവതരംഗ് യുവസംഗമം പരിപാടിയുടെ ഭാഗമായിട്ടുള്ള റാലി ഇപ്പോൾ കവടിയാറിൽ നിന്നും ആരംഭിച്ചു കഴിഞ്ഞു. യാത്ര പുരോഗമിക്കുകയാണ്. വിരളമായി ശ്യാം ചേരുകയാണ്. ശ്യാം, അല്പസമയത്തിനകം തന്നെ മാനവീയം വീഥിയിൽ യുവതരംഗ് യുവസംഗമം നടക്കും. 3 ഭാഗങ്ങളിൽ നിന്നാണ് ഈ റാലി അവിടെ സംഗമിക്കുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. റാലി യാത്ര എങ്ങനെ പുരോഗമിക്കുന്നു? സുരേഷ്, അമൃത ഭാരതത്തിലേക്ക് കുതിക്കുന്ന രാജ്യത്തിന് വലിയ കുതിപ്പേകുന്ന അല്ലെങ്കിൽ വലിയ ശക്തി പകരുന്ന യാത്ര തന്നെയാണ് നിലവിലിപ്പോൾ അരങ്ങേറുന്നത്, സംസ്ഥാനത്തെമ്പാടും അരങ്ങേറുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് തിരുവനന്തപുരം ജില്ലയിലും വിപുലമായ പരിപാടികളോടുകൂടി തന്നെ ഇപ്പോൾ തിരംഗയാത്രയെ ആരംഭിച്ചിരിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് കവടിയാറിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. യുവതി യുവാക്കളും ഒപ്പം തന്നെ പുതുതലമുറയുടെ ഭാവി വാഗ്ദാനങ്ങൾ എന്നറിയപ്പെടുന്ന കുട്ടികളും അടക്കമുള്ളവർ ഈ തിരംഗയാത്രയിൽ പങ്കെടുക്കുകയും ഈ യുവസംഗമത്തിൽ പങ്കെടുക്കാനായി എത്തിച്ചേരിക്കുന്നു. അവരുടെ എല്ലാം തന്നെ ആവേശം അണിനിരക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന റോളർ സ്കേറ്റിംഗ് തുടങ്ങിയ അടക്കമുള്ള കുട്ടികളെല്ലാം തന്നെ ഈ ഭാഗത്തെ കൊടികളും ദേശീയ പതാക ഏന്തിക്കൊണ്ട് തന്നെ അവർ ഈ ഒരു തിരംഗയാത്രയിൽ പങ്കെടുക്കാനായി അണിചേർന്നിരിക്കുന്നു. ഒപ്പം തന്നെ മുതിർന്നവരുണ്ട്, യുവതി യുവാക്കളുണ്ട്. അങ്ങനെ വലിയൊരു സംഗമമാണ് ഇപ്പോൾ നടക്കുന്നത്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അലയടിക്കുമ്പോഴും തിരുവനന്തപുരം സംഘ ജില്ലയിൽ പ്രധാനപ്പെട്ട ഒരു ജില്ല കൂടിയായ തിരുവനന്തപുരത്തും തിരംഗയാത്ര വളരെയധികം മനോഹരമായ രീതിയിൽ തന്നെയാണ് പുരോഗമിക്കുന്നത്. അല്പസമയത്ത് തന്നെ തിരംഗയാത്ര കവടിയാറിൽ നിന്ന് ആരംഭിച്ച ഈ യാത്ര വെള്ളയമ്പലത്ത് എത്തിച്ചേരും. അവിടെ നിന്നുകൊണ്ട് വലിയൊരു മഹാസംഘമായി അല്ലെങ്കിൽ മഹാസംഘമായി അവിടുന്ന് മാനവീയത്തേക്ക് തിരിക്കും. ആ മാനവീയത്താണ് ഇതിൻ്റെ സമാപന വേദി ഒരുക്കിയിരിക്കുന്നത്. അവിടെയും വിപുലമായ ക്രമീകരണങ്ങളും ഒപ്പം തന്നെ കലാകായിക പരിപാടികളെല്ലാം തന്നെ സംഘടിപ്പിച്ചിട്ടുണ്ട്. കുട്ടികളും അടക്കമുള്ളവർ ഈ തിരംഗയാത്രയിൽ പങ്കെടുക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷത എന്ന് പറയേണ്ടിയിരിക്കുന്നത്. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് പ്രധാനമായും എല്ലാ കേന്ദ്രങ്ങളിലുമെല്ലാം തന്നെ ഇത്തരത്തിൽ വിപുലമായ പരിപാടികൾ ഒരുക്കുന്നതിൻ്റെ ഭാഗമായി കഴിഞ്ഞ വർഷവും എല്ലാം തന്നെ ഈയൊരു വിപുലമായ ക്രമീകരണങ്ങൾ ഒരുക്കിയിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് നിലവിൽ മാറ്റമില്ലാത്ത തരത്തിൽ ഈയൊരു ക്രമീകരണമായി മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. എന്തായാലും സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ചുള്ള ഈ തിരംഗയാത്ര ഇന്ന് തലസ്ഥാന നഗരിയിൽ അരങ്ങേറുമ്പോൾ കൂടുതൽ യുവതി യുവാക്കൾ തന്നെയാണ് ഈ തിരംഗയാത്രയിൽ പങ്കെടുക്കുകയും ഈ ഘോഷയാത്രയിൽ പങ്കെടുത്തുകൊണ്ട് തലസ്ഥാനത്ത് നടക്കുന്ന യുവതരംഗ് യുവസംഗമത്തിന്റെ ഭാഗമായുള്ള റാലി ഇപ്പോൾ കവടിയാറിൽ നിന്നും ആരംഭിച്ചിരിക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ശ്യാം പ്രസാദാണ് വിശദാംശങ്ങൾ നൽകിയത്.